എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് കേട്ടോ. 13 വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ അപ്പ ഞാൻ ഒത്തിരി നാളുകളുടെ ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയുടെ ഒക്കെ ഫലമാണ് കേട്ടോ. കുറച്ച് സ്ഥലവും വീടുമൊക്കെ മേടിക്കാൻ പറ്റി. കോതമംഗലമാണ് കേട്ടോ. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ രാത്രി 12:30 1 മണി സമയത്ത് അപ്പായും അമ്മയും കൂടി ഇരുന്നുള്ള പരിപാടിയാണ്. കയറിത്താമസത്തിന് തൊട്ട് തലേന്നത്തെ ദിവസം വചനം എഴുതുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പായുടെ ഒരു ഐഡിയയാണ്. ഇതാണ് അനിയത്തി കേട്ടോ. അമ്മയുടെ BP-യുടെ മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ ഇത് അപ്പായുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ മുഴുവൻ വചനം ഒട്ടിക്കാൻ വേണ്ടിയാണ്. അതിന് ഞാനും അനിയത്തിയും അമ്മയും അപ്പായും കൂടി ചേർന്ന് ഇരുന്ന് വചനങ്ങളൊക്കെ എഴുതി അതിൻ്റെ ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ തലേന്ന് തന്നെ വന്ന് പന്തലുകാർ പന്തലൊക്കെ ഇട്ട് പറമ്പിൻ്റെ ഫുൾ സൈസ് ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 14 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്താണ് ഈ ഒരു വീട് വരുന്നത്. 3 ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഇത് അന്നത്തെ രാവിലത്തെ ഒരു ടൈം. അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ വചനം എഴുതി ഒട്ടിച്ചു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. അതിൻ്റെ അപ്പോൾ ആ ഒരു തിരക്കിനിടയിൽ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എല്ലാവരും വൃത്തിയാക്കാനും ഒരുക്കങ്ങൾക്കും വേണ്ടിയൊക്കെയുള്ള തിരക്കിലാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഒരു ഡൈനിങ് ഏരിയ ആണ്. പിന്നെ ഉള്ളത് ഇത് അടുക്കള. ഇത് അടുക്കള എന്ന് പറയുന്നത് ഒരു കുഞ്ഞടുക്കളയാണ്. അതിൻ്റെ കൂടെ തന്നെ പുറകിൽ നമ്മളിത് സെറ്റ് ചെയ്തെടുത്ത കേട്ടോ. അപ്പം ഇതാണ് വല്യമ്മച്ചി രാവിലെ തന്നെ നല്ല ചൂടോടെ നല്ല അപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം രാവിലെ കയറിത്താമസത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങളൊക്കെ റെഡിയായി വീട്ടിൽ നിന്ന് പപ്പായും മമ്മിയൊക്കെ വന്നു കേട്ടോ. ഇച്ചായനും പിള്ളേരും എല്ലാവരും അങ്ങനെ ഞങ്ങളെല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായിട്ട് ഇരിക്കുകയാണ്. അപ്പം ആ ഒരു സന്തോഷ നിമിഷങ്ങളാണ് ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. പിന്നെ ഞാൻ വീഡിയോയിൽ കുറേ പുതിയ കഥാപാത്രങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതെൻ്റെ പപ്പായുടെ ചേട്ടനാണ്, അച്ചാച്ചി. അങ്ങനെ വീഡിയോയിൽ വരാത്തൊരു ഫേസ് ആയതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ വചനം എഴുതിയെന്ന് പറഞ്ഞ് ഇതാണ് കേട്ടോ. ഇങ്ങനെ വചനങ്ങളെല്ലാം എഴുതി ഞങ്ങളിങ്ങനെ ഒട്ടിച്ചു. ഇത് ഭയങ്കര സന്തോഷം കേട്ടോ ഞങ്ങൾക്ക്. ഇത് ബെത്ലഹേമിൻ്റെ ഒരു ഫോട്ടോയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഞാൻ പിന്നെ കൃപാസനത്തിൽ നിന്ന് മേടിച്ച എൻ്റെ അമ്മ മാതാവും ബെഞ്ചിരിക്കാനുള്ള രൂപങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ടേബിളിൽ. അപ്പം ഇതൊക്കെയാണ്. പിന്നെ സാധനക്കുട്ടി ചെറിയ വ്ളോഗ് പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. എല്ലാവരും അച്ഛനെ വെയിറ്റ് ചെയ്തും പിന്നെ ഒരുങ്ങാനുള്ള തിരക്കിലും അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലാണ് കേട്ടോ ടോട്ടൽ. ഇത് കസിൻസാണ്, അമ്മയൊക്കെ ഒരുങ്ങുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഇതെൻ്റെ കുഞ്ഞാൻ്റിയാണ്. അമ്മയുടെ ഇളയ അനിയത്തിയാണ്. ആൾക്ക് കഞ്ഞിക്കുഴിയിൽ ഒരു തയ്യക്കടയൊക്കെ ഉണ്ട്. ആൾക്ക് വ്ളോഗാണോ വീഡിയോ ആണെന്നൊന്നും അറിയാതെ വേണം കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ ആൻറ്റി തന്നെ തയ്ച്ച ചുരിദാറായിരുന്നു അത്. ഇതെൻ്റെ അനിയത്തിയാണ്. ആൾ നേഴ്സിംഗ് പഠിക്കുകയാണ്. അമ്മൂന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. ഇത് എൻ്റെ കസിൻസാണ്, എൻ്റെ അനിയന്മാരാണ് ഇവന്മാരൊക്കെ. അങ്ങനെ അപ്പം പിന്നെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഇത് സ്റ്റോർ റൂമും പിന്നെ ഒരു കോമൺ ബാത്റൂമും ഒക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മുടെ ഗസ്റ്റൊക്കെ വരാൻ തുടങ്ങി. കൂടുതലും നമുക്ക് ഗസ്റ്റൊന്നും അറിയത്തില്ല. നമ്മൾ കോട്ടയംകാരായതുകൊണ്ട് നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. എന്നാലും ഇടവകയിലെയും അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. കേറ്ററിംഗുകാരൊക്കെ വന്നപ്പോൾ അപ്പും അമ്മും പാത്രം ക്ലീൻ ചെയ്യുന്ന പരിപാടി ഒന്നുകൂടെയും ക്ലീൻ ചെയ്യാനൊക്കെയുള്ള പരിപാടി അപ്പും അമ്മും ഏറ്റെടുത്തു കേട്ടോ. ഇവർ എൻ്റെ അനിയനും അനിയത്തിയാണ്. പിന്നെ ഇതാ നമ്മുടെ പറമ്പിൻ്റെ ഒരു ലുക്ക്. ജാതിയും 2-3 തെങ്ങും പ്ലാവും അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വികാരി അച്ഛൻ വന്നു, ഫാദർ ജോസഫ്. അപ്പം അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വന്ന് ഇങ്ങനെ വെഞ്ചിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുവാണ് കേട്ടോ. അച്ഛനാകെ കണ്ടിട്ടുള്ള പപ്പായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെ പയ്യെ പ്രാർത്ഥനയും കർമ്മങ്ങളിലേക്കൊക്കെ കടക്കുവാണ് കേട്ടോ. അപ്പം ബാക്കി വീഡിയോസായിട്ട് നമുക്ക് കാണാം.
ദേ അപ്പ അമ്മമ്മയും കൂട്ടി അച്ഛനും എല്ലാവരും കൂടി പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലേ ആ ഒരു 13 വർഷത്തെ കാത്തിരിപ്പ്, ആ ഒരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആ ഒരു കർമ്മത്തിലേക്കാണ്. പാല് കാച്ചൽ. അച്ഛൻ ദൈവകൃപയാൽ അച്ഛൻ ആദ്യം തന്നെ അടുപ്പിൽ തിരി കൊളുത്തി. അത് കഴിഞ്ഞ് പിന്നെ അമ്മയും വല്യമ്മച്ചിയും അപ്പയൊക്കെ കൂടി അങ്ങനെ ഞങ്ങളുടെ പാല് കാച്ചൽ കർമ്മത്തിലേക്ക് കടന്നേക്കും കേട്ടോ. ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി. ഒത്തിരി ഒത്തിരി ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഉപരി ഒരുപാട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളെ അടുത്തറിയാവുന്നവർക്കറിയാം. എത്രയോ ഒരുപാടുള്ളതിൽ നിന്ന് 5 സെൻറ്റ്, പിന്നെ 3 സെൻറ്റ്, പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. പിന്നെ ദൈവം വലിയൊരു ദൈവകൃപ ഞങ്ങൾക്ക് കൃപയാൽ ഈ ഒരു സ്ഥലവും വീടും ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചത് കേട്ടോ. രാവിലത്തെ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതലും ബന്ധുക്കൾ ആയിരുന്നു കേട്ടോ ഉള്ളത്. പിന്നെ ഞങ്ങളുടെ ഇടവക്കാരെയും പിന്നെ അയൽവക്കാരെയും ഒക്കെ ഒത്തിരി അറിയാവുന്നവരെ അപ്പോൾ എല്ലാവരും മിക്കവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നു കേട്ടോ. ഒരു 100-110 പേരുണ്ടായിരുന്നു. എല്ലാവരും വന്നു. എല്ലാവരും പല സമയങ്ങളിലായിട്ട് എത്തിയെന്നേ ഉള്ളൂ. ഒത്തിരി സ്നേഹമുള്ള ആൾക്കാരാണ്. ഒത്തിരി സ്നേഹമുള്ളൊരു ആൾക്കാരുടെ ഇടയിലേക്കാണ് ഈശോ ഞങ്ങൾക്ക് എല്ലാം ഒരുക്കി തന്നത്. അച്ഛന്മാരാണെങ്കിലും നല്ല അടിപൊളി അച്ഛന്മാരാട്ടോ. എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. നല്ല സ്നേഹമുള്ള അച്ഛന്മാരായിരുന്നു. എല്ലാം കൊണ്ടും എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിട്ടാണ് ഈശോ ഒരുക്കിയേക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടത്തേ ഉള്ളൂ കേട്ടോ പള്ളിയിലോട്ട്. പള്ളിയെന്ന് വെച്ചാൽ ഇടവക പള്ളിയല്ല, സെമിനാരി, അച്ഛന്മാരുടെ സെമിനാരി ഉണ്ട്. അവിടെ ഇന്നും രാവിലെ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 മിനിറ്റ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇത് നേരെ മെയിൻ റോഡാണ്. അപ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് അച്ഛന്മാരുടെ സെമിനാരി. ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരേ വരുന്നുള്ളൂ. അതുകൊണ്ട് ആണ് അപ്പം ഇന്നും പോകുന്നതുകൊണ്ട് അച്ഛന്മാരെയൊക്കെ അത്യാവശ്യം അറിയാം. അങ്ങനെ ഇവരെല്ലാവരും സെമിനാരിയിലെ കൊച്ചന്മാരും വികാരിയച്ഛനൊക്കെ വന്നത് കേട്ടോ. പിന്നെയുണ്ട് കേട്ടോ വിശേഷം. എൻ്റെ അപ്പ ഇവിടെ മുത്തംകുഴി ജംഗ്ഷനാണ്. അവിടെ തന്നെ അപ്പ ഒരു ചെറിയ കടയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു കൂൾ ബാറും ഫ്രൂട്ട്സിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് തുടങ്ങാൻ വേണ്ടി. അപ്പം അത് ഈ ഞായറാഴ്ച ഇന്ന് ആണ് അപ്പ അതിൻ്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനമൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അതൊരു വലിയൊരു കൃപയാണ്, വലിയൊരു അനുഗ്രഹം ഈശോ ഞങ്ങൾക്ക് തന്നു. എല്ലാം ഒത്തിരി നാളത്തെ ആഗ്രഹത്തിനും കാത്തിരിപ്പിനും ശേഷമാണ് ഇങ്ങനെ എല്ലാം ഒന്ന് ഒരുങ്ങി കിട്ടിയത്. അപ്പം പപ്പായും മമ്മിയൊക്കെ ഉച്ചയായപ്പോഴേ ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴേ പോയി കോട്ടയത്തിന്. അപ്പം അങ്ങനെ ഞങ്ങളുടെ കയറിത്താമസം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുമ്പോൾ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. അത് മാത്രമേ പറയാൻ കിട്ടുന്നുള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ അപ്പയുടെ ആ ഒരു പുതിയൊരു സംരംഭം, ഞങ്ങളുടെ ഫ്രൂട്ട്സും കൂൾ ബാറും സ്റ്റേഷനറി ആയിട്ട് ബെത്ലഹേം എന്ന അപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാട്ടോ ബെത്ലഹേം. എനിക്കും. അപ്പോൾ ബെത്ലഹേം എന്ന പേരിലാണ് ആ ഒരു കട തുടങ്ങിയിരിക്കുന്നത്. ഈ ഞായറാഴ്ച ഇന്ന് 3:30 ആകുമ്പോൾ ഉദ്ഘാടനം. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ പിന്നെയും കാണാം കേട്ടോ. ബൈ, താങ്ക് യു.